നമസ്കാരം. വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണല്ലേ വാൽപ്പാറ ദുരന്തം. 9 പേരുടെ ജീവൻ കവർന്നു. അവരുടെ വിനോദയാത്ര ഒരു ദുരന്തയാത്രയാകുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇന്നലെ പുലർച്ചെ അവർ യാത്ര തിരിച്ചു. ഇന്ന് രാത്രി അവരെത്തുമെന്നുള്ള പ്രതീക്ഷ. പക്ഷേ എത്തിയത് ചേതനയേറ്റ ശരീരം. ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് ഒരു നോക്ക് കാണാൻ, നമ്മളെ പഠിപ്പിച്ച ടീച്ചറിനെ കാണാൻ, നമ്മുടെ ടീച്ചറിൻ്റെ കൂടെയുള്ളവരെ കാണാൻ ആയിരങ്ങൾ ഒഴുകിയെത്തി. നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ. ഇവിടെ ഏറ്റവും വേദനയാണ് മറ്റൊരു കാര്യം. ദുരന്തം കവർന്നെടുക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് ആ യാത്ര വാഹനത്തിലിരുന്ന് ടീച്ചർ പാടിയ വരികൾ ആരുടെയും വേദന കവർന്നിട്ടു. ആ ടീച്ചർ പാടിയ പാട്ടൊന്ന് കേൾക്കാം നമുക്ക്. പൂക്കൾ, പനിനീർ പൂക്കൾ, നീയും കാണുന്നുണ്ടോ എന്ന് തുടങ്ങുന്ന ആ പാട്ടിൽ നമ്മൾ നെയ്യും വസന്തം മായരുതെന്നും ഒരിക്കലും മായരുതെന്നാണ് ആ വരികൾ. അത് മാഞ്ഞു. ഇനി നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, മാഞ്ഞു. അവരുടെ നിത്യശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് വല്ലാത്തൊരു ദുരന്തം അല്ലേ? എന്തൊരു സന്തോഷത്തോടു കൂടിയുള്ള യാത്രയായിരുന്നു. ആയിരങ്ങൾ ഒഴുകിയെത്തിയെന്ന് പറയുമ്പോൾ അവരുടെ കണ്ണുനീരുകൾ നമുക്ക് കാണാം. ആ ദൃശ്യങ്ങൾ പറയുന്നു, ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. അവിടെ ആ ആയിരങ്ങൾ ഒഴുകിയെത്തിയ ദൃശ്യങ്ങൾ. മരിച്ചവർ ആ സ്കൂളിലെ പ്രധാന അധ്യാപിക. ഒരു വർഷം കൂടിയേ ഉള്ളൂ വിരമിക്കാൻ. സ്കൂളിലെ പ്രധാന അധ്യാപികയായിരുന്ന അജിത മരണപ്പെട്ടു. അതോടൊപ്പം തന്നെ റംല, സുഹറയുടെ മകൻ ഹിഷാം, അധ്യാപിക ആശ, അധ്യാപകൻ അബ്ദുൽ മജീദ്, ഭാര്യ റുക്കിയ, സ്കൂളിലെ പാചകത്തൊഴിലാളി സാജിദ, അധ്യാപിക ഷക്കീന എന്നിവരാണ് മരിച്ചത്.
ദീർഘകാലം ആ സ്കൂളിൽ ജോലി ചെയ്ത അധ്യാപകർ, ഇവരുടെയൊക്കെ പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയാണ് ഈ ഭൗതിക ശരീരം കാണാനെത്തിയത്. എന്തായാലും ഒരു വല്ലാത്ത നൊമ്പരമായിരിക്കുന്നു. ആ ടീച്ചറിൻ്റെ പാട്ടിലെ വരികൾ പോലെ വലിയ നൊമ്പരമായിരിക്കുന്നു. മായരുത് എന്ന് പറയുമ്പോൾ മായുന്നു. എന്തായാലും അവർ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന അവരുടെ രോഗം എത്രയും പെട്ടെന്ന് സുഖമായി വരട്ടെ, തിരിച്ച് ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ഇവരുടെ മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഞങ്ങൾ.